ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ വിസ ജോബിൻ്റെ ഇൻ്റർവ്യൂവിനെ കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ടാണ്. നാളെയാണ് ഫസ്റ്റ് ലെവൽ ഇൻ്റർവ്യൂ നടക്കുന്നത്. അപ്പോൾ എനിക്കറിയാം നിങ്ങൾ കുറേ പേര് CV കൊടുത്തിട്ടുണ്ട്. അതിൽ കുറച്ച് പേർക്ക് മാത്രമാണ് ഇന്ന് കോള് കിട്ടിയിട്ടുണ്ടാവുക. അതിൻ്റെ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ ഇൻ്റർവ്യൂവിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളത് കൂടെ ഈ വീഡിയോയിൽ ചെയ്യുന്നതാണ്. ഓക്കെ, ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത്, നമ്മൾ 69 CV-കളാണ് റിസീവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് മോർണിംഗ് സൗദി ടൈം 9:30, അതായത് ഇന്ത്യൻ ടൈം 12 o'clock അവരുമായിട്ട് നമ്മൾ മീറ്റിംഗ് ഇരുന്നത്. അങ്ങനെ ഈ ഓരോ CV നമ്മൾ നോക്കുന്നതിൽ നിന്നും അവരെടുത്തത് 9 CV ആണ് അതിൽ നിന്ന് എടുത്തത്. ഈ 9 CV-യിൽ വരുന്നത് 5 CVs അക്കൗണ്ടിങ്ങിൻ്റെ CV ആയിരുന്നു. പിന്നെ ഉള്ള CV-യിൽ 3 CV ആണ് മാത്തിൻ്റെ CV എടുത്തത്. ഒരു ഒറ്റ CV ആണ് എക്കണോമിക്സിൻ്റെ CV ആയിട്ട് നല്ലതവർക്ക് കിട്ടിയത്. പിന്നെ അത് കഴിഞ്ഞ് വീണ്ടും ആപ്ലിക്കേഷൻ 1 more CV കിട്ടി, അവരുടെയും CV കൊടുത്തു. അതും കൊമേഴ്സ് ടീച്ചറുടെ CV ആയിരുന്നു. അവർക്ക് MCOM B.Ed ഉള്ളത് കൊണ്ട് അത് അവരെടുത്തു. ബട്ട് ആ CV ചെയ്തിരിക്കുന്നത് പോലും നല്ലതല്ല. ഫീമെയിൽ FEMALE, അത് കൊടുത്തിരിക്കുന്നത് FEMAIL, ഇത് മെയിലല്ല, ഫീമെയിൽ. അപ്പൊ നമ്മുടെ CV-യിലുള്ള ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് പോലും നമ്മൾ നോക്കുന്നില്ല. ഒരു CV കൊടുത്തതിനകത്ത് ഇന്ന് ലാസ്റ്റ് CV തന്ന ഒരാൾക്ക് അത് അറിയുന്നുണ്ടാവും. ഇന്ത്യൻ ടൈം ഒരു 1 o'clock സെൻഡ് ചെയ്തിട്ടില്ല. ബട്ട് അവരുടെ CV നമ്മൾ കൊടുത്തു. അങ്ങനെ അവരുടെ CV-യിൽ വിളിക്കുന്ന സമയത്ത് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല എന്നല്ല, ആ നമ്പറിൽ കിട്ടുന്നില്ല. നല്ല ഹൈലി ക്വാളിഫൈഡ് ആണ്. എന്താ കാര്യം? അവര് CV അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും അതിലെ ക്വാളിഫിക്കേഷൻ കണ്ടിട്ട് അതിനങ്ങ് എടുത്തു. അങ്ങനെ എടുത്ത് 5 CV എന്നുള്ളത് 6 CV ആയി കൊമേഴ്സിലേക്കുള്ളത്. എന്നിട്ട് ആളെ വിളിക്കുന്ന സമയത്ത് കിട്ടുന്നില്ല. വേറൊരാൾ, അങ്ങനെ 2 നമ്പർ, ഒരു നമ്പർ റിങ് ചെയ്യുന്നുണ്ട്. അവരുടെ നെയിം രശ്മി, ഞാനിവിടെ മെൻഷൻ ചെയ്യാണ് നെയിം. അപ്പോൾ ഒന്ന് നോക്കുക, നിങ്ങളെ വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. ബാക്കി അങ്ങനെ ടോട്ടൽ 10 CVs-ൽ ഒരാളെ മൊബൈലിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല, വേറൊരാൾ മൊബൈൽ എടുത്തിട്ടില്ല. അങ്ങനെ 8 CV കൊടുത്തവരെ മാത്രമാണ് നാളെ ഇൻ്റർവ്യൂവിന് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിൻ്റെ കാര്യം പറയുന്നതിൻ്റെ മുമ്പ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് വളരെ വിഷമം തോന്നി. ഇത്ര 69-70 CV വന്നതിൽ നിന്ന് മനസ്സിലായൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ CV പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് റീസെൻറ്റ് ക്വാളിഫിക്കേഷനാണ് വെക്കേണ്ടത്. SSLC, +2, ഡിഗ്രി അങ്ങനെയല്ല, താഴേക്കല്ല കൊടുക്കേണ്ടത്. ഒരു കാര്യം, ഡിക്ലറേഷൻ അത്യാവശ്യമില്ല. കറണ്ട് അഡ്രസ്സും പെർമനന്റ് അഡ്രസ്സ് കൊടുക്കേണ്ട കാര്യമില്ല. എന്നാലും വിസ ജോബ് അല്ലേ, ഒരു പെർമനന്റ് അഡ്രസ്സ് ആണെങ്കിൽ അവിടെ കിടക്കട്ടെ. മെയിൻലി നിങ്ങൾ CV-ക്കകത്ത് വരേണ്ട കാര്യം കോണ്ടാക്ട് നെയിം, കോണ്ടാക്ട്, ഇമെയിൽ അഡ്രസ്സ്, കരിയർ ഒബ്ജക്റ്റീവ്. എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ എക്സ്പീരിയൻസ് കാണിക്കുക. കുറേ പേര് എക്സ്പീരിയൻസ് കൊടുത്തതിൽ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുത്തിട്ടേ ഇല്ല. നമ്മൾ എന്താ പറയാറുള്ളത്? ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി കൊടുക്കുമ്പോഴും ആ ജോബിനനുസരിച്ച് മാറ്റണം. ബട്ട് അത് കൊടുത്തിട്ടേ ഇല്ല. ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റി അല്ല. ടീച്ചർ, എന്ത് ടീച്ചറാന്നില്ല, ടീച്ചർ സ്കൂൾ നെയിം, എന്ത് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു, എന്താണ് അവിടെ ചെയ്തത്, CV-യിൽ കാണുന്നില്ല. അപ്പൊ എന്താണ് ആ CV നമ്മൾ എന്താ ചെയ്യുന്നത്? അവരാണ് ചെയ്തത്, റിജക്റ്റ് ചെയ്യുന്നതാണ്. ഇതിന്റെ ഒരു റീസൺ എന്താണെന്നറിയോ? കാരണം ഇത്രയും CV-കൾ എടുത്ത് അവർ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ അവർക്ക് വേസ്റ്റ് ഓഫ് ടൈമാണ്. ആ CV കാണുമ്പോൾ തന്നെ ആ ഒരാളുടെ പെർഫോമൻസ് അവിടെ തന്നെ അവരെന്താണ് അവിടെ നോക്കുകയാണ്, എത്രത്തോളം സീരിയസ് ആണെന്നുള്ളൊരു കാര്യം. പിന്നെ ഒരു കാര്യം പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, CV ചെയ്യുന്ന സമയത്ത് ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ, ഇത് ഇന്ത്യൻ സ്കൂളിലേക്കാണ്, BCom MCom പ്രശ്നമില്ല. ബ്രിട്ടീഷ് അമേരിക്കനിലേക്കാണെങ്കിൽ ഫുൾ ആയിട്ട് തന്നെ ആ ക്വാളിഫിക്കേഷനെ കുറിച്ച് നിങ്ങൾ എഴുതാൻ ശ്രമിക്കുക. പിന്നെ പബ്ലിക്കേഷൻസ്, മറ്റെന്തൊക്കെ കാര്യങ്ങളുണ്ടോ എല്ലാം CV-യിലേക്ക് കൊണ്ടുവരിക. ഓവറോൾ ഈ ഒരു മിസ്റ്റേക്കാണ് CV-യിൽ കണ്ടത്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അതിനെ ക്ലിയർ ആയിട്ട് എഴുതുക. ഇനിയിപ്പോൾ നിങ്ങൾ കമ്പനിയിൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്തവരാണെങ്കിൽ ആ കമ്പനി എക്സ്പീരിയൻസ് ടീച്ചർ CV-യിൽ കാണിക്കരുത്. അതിനെ മാറ്റിയിട്ട് നിങ്ങളൊരു ടീച്ചറിന് വേണ്ട ഒരു എക്സ്പീരിയൻസ്, പ്രൈവറ്റ് ടീച്ചറോ ട്യൂഷൻ എടുത്തതൊക്കെ കാണിക്കാം. അതും ഒരു കാര്യം നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ളത് കവർ ലെറ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻ്റ് എന്ന് പറയുമ്പോൾ, നിങ്ങളൊരു CV കൊടുക്കുന്ന സമയത്ത് ഇമെയിലിൻ്റെ അകത്ത് ഒന്നുമില്ല, ജസ്റ്റ് ഒരു CV. എത്രത്തോളം നല്ല പ്രൊഫഷണൽ ടീച്ചേഴ്സാണിത് അല്ലേ?
ഇമെയിൽ കൊടുത്തിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുമ്പോൾ വേറെ ഒന്നും ഡിയർ സർ എന്നോ ഡിയർ മാഡം എന്നോ ഒന്നുമില്ല. ഒരു CV അങ്ങ് അറ്റാച്ച് ചെയ്തു, അതിൽ പണി തീർന്നോ? ഇത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വിസ ജോബ്, ഫ്രീ വിസ, ഫ്രീ ടിക്കറ്റ്, ഫ്രീ അക്കോമഡേഷൻ. അപ്പം എനിക്ക് ഡിഗ്രി ഉണ്ടെന്നും പറഞ്ഞിട്ട് ജസ്റ്റ് ഒരു CV, ആ CV ഓപ്പൺ ആക്കുമ്പോഴോ നല്ല CV അല്ല. എനിക്ക് ഭയങ്കര വിഷമം തോന്നി. നിങ്ങൾക്ക് അത്രയും നല്ല ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ അതിനെ മാക്സിമം നമ്മൾക്ക് കിട്ടാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങനെ ചെയ്യരുത്. അറ്റ്ലീസ്റ്റ് ഡിയർ സർ, മാഡം ഓർ HR മാനേജർ എന്ന് എഴുതിയിട്ട് ഒരു 1 or 2 ലൈനെങ്കിലും എഴുതുക. അല്ല, നിങ്ങൾക്ക് കവർ പേജ് അറിയുന്നവരാണെങ്കിൽ കവർ ലെറ്ററും കൂടെ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് അവർ ചൂസ് ചെയ്യും. അതിനുള്ള ചാൻസ് കൂടുതലാണ്. ഒന്നുമില്ലാതെ കൊടുക്കരുത്. പിന്നെ സബ്ജക്റ്റ് ലൈനിൽ കൊടുത്തിരിക്കുകയാണ് CV, ജസ്റ്റ് CV. ചിലർ എഴുതിക്കണേ CV ഫോർ ദ പോസ്റ്റ് ഓഫ് ടീച്ചർ. എന്ത് ടീച്ചർ? അത് മാത്ത് ടീച്ചറാണോ, അക്കൗണ്ടിങ് ടീച്ചറാണോ? എന്താന്ന് വെച്ചാൽ ഇമെയിലിൽ ഇത് കിടക്കുന്ന സമയത്ത് ഇതിനകത്ത് ചിലർ അതിൽ ഇംഗ്ലീഷ് ടീച്ചേഴ്സ്, സയൻസ് ടീച്ചേഴ്സ് എല്ലാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് നമ്മുടെ CV മിസ്സായി പോകും. അതുകൊണ്ടാണ് ക്ലിയർലി നമ്മൾ സബ്ജക്ട് ലൈനിൽ നിങ്ങളടുത്ത് ട്രെയിനിങ് ക്ലാസ്സിലെല്ലാം പറയുന്നത് ക്ലിയർലി അത് എഴുതി കൊടുക്കുക. എങ്ങനെയാണ് നമ്മുടെ ഒരു ഷോർട്ടായിട്ട് നമ്മുടെ ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത്, അപ്പോഴാണ് അവരത് ക്ലിക്ക് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ കവർ ലെറ്റർ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ കവർ ലെറ്ററും CV കൊടുത്തതൊക്കെ പിന്നെ ആ CVയും കൂടെ ഓപ്പൺ ആക്കുമ്പോൾ ബെസ്റ്റാണ്. അപ്പം നമുക്ക് അവിടെ നമ്മളെ വിളിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇത്രയും കാര്യമാണ് ഓവറോൾ പറഞ്ഞിട്ടുള്ളത്. ഇനി ആർക്കെങ്കിലും ഇനിയും CV അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, യൂട്യൂബിൽ ഒരുപാട് വീഡിയോസ് അവൈലബിൾ ആണ്. നമ്മളെ വീഡിയോ മാത്രം കാണണമെന്ന് പറയില്ല, ഒരുപാട് വീഡിയോസ് ഇംഗ്ലീഷിലും മലയാളത്തിലും അവൈലബിളാണ്. അത് നോക്കിയിട്ട് ഇന്റർനാഷണൽ ജോബിനുള്ള CV പ്രിപ്പയർ ചെയ്യാം. അതില്ല, ഇനി നിങ്ങൾക്കൊരു ട്രെയിനിങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റാഫിനെ വിളിക്കാം. നമ്മുടെ ട്രെയിനിങ് ക്ലാസ് ഇപ്പോൾ നിങ്ങൾക്ക് പ്രീമിയം സിൽവർ ക്ലാസ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി അടുത്ത കാര്യം, ഇൻ്റർവ്യൂവിന് വിളിച്ചവർ കുറേ പേര് വന്നിട്ട് ഇൻ്റർവ്യൂയുടെ ട്രെയിനിങ് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്, ഇപ്പോൾ നിങ്ങളുടെ CV അവരെടുത്തു. ഇനി അടുത്ത സ്റ്റെപ്പാണ്, 4 ഇൻ്റർവ്യൂ ആണ് വരുന്നത്. ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. കാരണം നിങ്ങളെ കമ്മ്യൂണിക്കേഷന് ഇംഗ്ലീഷ് ഇല്ല എന്ന് വിചാരിച്ച് പേടിക്കണ്ട, നന്നായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, നമ്മൾ ഇന്ത്യൻ സ്കൂളും കൂടെയാണ്, അത് CBSE സ്കൂളാണ്. അപ്പം നന്നായിട്ട് പെർഫോം ചെയ്യുക, കോൺഫിഡൻസ് ഒട്ടും വിടണ്ട. വെർച്വൽ ഇൻ്റർവ്യൂ നമ്മൾ എപ്പോഴും നിങ്ങൾക്ക് ക്ലാസ്സിലും എല്ലാം പറയുന്നതാണ്. വെർച്വൽ ഇൻ്റർവ്യൂ ആകുമ്പോൾ മൊബൈൽ അല്ലെങ്കിൽ ലാപ്ടോപ്പ് സെറ്റപ്പ് എങ്ങനെയാണ് അത് സെൻറ്ററായിട്ട് വെക്കുക, ക്യാമറ കാര്യങ്ങളൊക്കെ സെൻറ്ററായിട്ട് വെക്കുക. അതുപോലെ ഗ്രൂമിങ്, സെൽഫ് ഗ്രൂമിങ്ങും കാര്യമൊക്കെ നന്നായിട്ട് നോക്കുക, ശ്രദ്ധിക്കുക. ഡെമോൺസ്ട്രേഷൻ നിങ്ങൾ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, ബിസിനസ് എക്കണോമിക്സ് കാര്യമൊക്കെ ആണെങ്കിൽ PPT തന്നെ ചെയ്തോളൂ. അതല്ലാത്തവർ അതിനനുസരിച്ച് സോൾവിങ്, മാത്തും അക്കൗണ്ടിങ് ഒക്കെ സോൾവിങ് ആയിട്ട് അങ്ങനെയും ചെയ്യാം. അപ്പം ആ കിട്ടിയത് നമ്മൾ വിടരുത്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അത് കഴിഞ്ഞിട്ടില്ല ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു പക്ഷേ റിട്ടേൺ ടെസ്റ്റ് തരുന്നുണ്ടാവും, പിന്നെ അവരുടെ മാനേജ്മെൻറ്റ്, അക്കാദമിക് ഡയറക്ടറൊക്കെ ആയിട്ടുള്ള അതൊരു ജസ്റ്റ് മീറ്റിംഗ് ആണ്. അതൊന്നും ഒരു ഇൻ്റർവ്യൂ ആയി നിങ്ങൾ വിചാരിക്കേണ്ട. ഫസ്റ്റ് ഇൻ്റർവ്യൂ കിട്ടിയാൽ കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇതിപ്പോൾ ഫസ്റ്റ് ലെവലാണ് ഈ ഒരു CV സെലക്ട് ചെയ്തത്. അപ്പോൾ എനിക്കറിയാം, ബാക്കിയുള്ളവർ അറിയാത്തവരും CV സെൻഡ് ചെയ്തവരും വീണ്ടും ചോദിക്കും, അപ്പോൾ ഇനി ഞങ്ങൾ എന്താ ചെയ്യുക? നിങ്ങൾക്കൊരു കാര്യം പറയാം, ഇപ്പോൾ ഓൾറെഡി സെൻഡ് ചെയ്തവർ നിങ്ങൾ ആ CVനെ ഒന്നും കൂടി മാറ്റി നല്ലൊരു CV ആക്കുക. ഒരു കവർ ലെറ്ററൊക്കെ ആക്കിയിട്ട് വേറൊരു ഇമെയിൽ ID ഒന്നും കൂടെ ഫോർവേഡ് ചെയ്യാം. ഓക്കെ, ഇനി അപ്ലൈ ചെയ്യാത്തവർക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാം. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് വിളിച്ച എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അതുപോലെ ഇനി ജോബ് നോക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ക്ലാസ്സസ് ഒക്കെ എടുക്കുന്നു, വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുന്നു, അത് ജസ്റ്റ് കേട്ട് പോയിട്ട് കാര്യമില്ല. അതുപോലെ ചെയ്താൽ ജോബ് ഗ്യാരണ്ടീഡാണ്. കാരണം ഈ കിട്ടുന്നവരൊക്കെ നമ്മളെപ്പോലെ നാട്ടിൽ നിന്ന് വന്ന മലയാളികൾ തന്നെയാണ്. ബ്രിട്ടീഷും അമേരിക്കനും ഇന്ത്യൻ സ്കൂളും എല്ലാ സ്കൂളിലും കിട്ടുന്നുണ്ട്.